റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ കടുത്ത നടപടികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം. വിദേശ വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിൽ ട്രംപ് വിലക്കേർപ്പെടുത്തി. സർവകലാശാലയുടെ സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ റദ്ദാക്കിയതായി ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയം സർവകലാശാലയെ അറിയിച്ചു. അക്രമം, യഹൂദ വിരുദ്ധത, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ഏകോപനം എന്നിവ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വളർത്തുന്നുവെന്ന ഗുരുതര ആരോപണവും ക്രിസ്റ്റി എക്സിൽ കുറിച്ചിട്ടുണ്ട്. സർവകലാശാലകൾക്ക് വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനും അവരുടെ ഉയർന്ന ഫീസിലൂടെ പ്രയോജനം നേടാനുള്ള ആനുകൂല്യമാണിത്. രാജ്യത്തെ മുഴുവൻ സർവകലാശാലകൾക്കും അക്കാദമിക സ്ഥാപനങ്ങൾക്കും ഇതൊരു മുന്നറിയിപ്പാണെന്നും ക്രിസ്റ്റി പറഞ്ഞു. എന്നാൽ ഹോംലാൻഡ് സെക്രട്ടറിയുടെ നീക്കം നിയമവിരുദ്ധമാണെന്ന് ഹാർവാർഡ് സർവകലാശാല പറയുന്നു. 140-ലധികം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദേശ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും ഹാർവാർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. നടപടിയിൽ നിയമപോരാട്ടത്തിനൊരുങ്ങിയാണ് ഹാർവാർഡെന്നും റിപ്പോർട്ടുകളുണ്ട്. പാഠ്യപദ്ധതി, അഡ്മിഷൻ നടപടികൾ, നിയമന നയങ്ങൾ എന്നിവയിൽ മാറ്റം വരുത്താനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾക്കെതിരെ കഴിഞ്ഞ മാസം സർവകലാശാല നിയമ നടപടി സ്വീകരിച്ചിരുന്നു. ഓരോ വർഷവും 500 മുതൽ 800 വരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഹാർവാർഡിന്റെ ഭാഗമാകുന്നുണ്ടെന്നാണ് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ സൂചിപ്പിക്കുന്നത്. നിലവിൽ 788 വിദ്യാർത്ഥികളാണ് സർവകലാശാലയിൽ ചേർന്നിട്ടുള്ളത്. ഗാസയിൽ കുട്ടികളടക്കം 29 പേർ പട്ടിണി മൂലം മരിച്ചുവെന്ന് ലോകാരോഗ്യ സംഘടന. 2 ദശലക്ഷം ആളുകൾ പട്ടിണിയിലാണെന്നും റിപ്പോർട്ട്. ഗാസ മുനമ്പിലെ ഖാൻ യൂനിസിലുള്ള നാസർ ആശുപത്രി പോഷകാഹാരക്കുറവ് മൂലമുള്ള അസുഖങ്ങളുള്ള കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഗാസയിലെ ജനങ്ങൾ ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം, ഇന്ധനം, പാർപ്പിടം എന്നിവയുടെ ക്ഷാമം അനുഭവിക്കുന്നുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. ഗാസയോട് ഇസ്രായേൽ കരുണ കാണിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയസ് അഭ്യർത്ഥിച്ചിരുന്നു. ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മെഡിക്കൽ സഹായവും ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സഹായം എത്തിച്ചില്ല എങ്കിൽ ഗാസയിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ 14,000 കുഞ്ഞുങ്ങൾ മരണപ്പെടുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ വിഭാഗം തലവൻ ടോം ഫ്ലെച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇസ്രായേൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം മൂലം 11 ആഴ്ചയായി ഗാസ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. അതുപോലെ തന്നെ ഗാസയിലെ കുട്ടികൾക്ക് പോഷകാഹാരക്കുറവ് വ്യാപകമായിട്ടുണ്ടെന്നും വിവിധ സംഘടനകളുടെ റിപ്പോർട്ടുകളും പറയുന്നു. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതിൽ വീണ്ടും അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസയുമായി നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ട്രംപിന്റെ ഈ അവകാശവാദം. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് അമേരിക്കയാണ്. വ്യാപാര ചർച്ചകൾ പ്രയോജനപ്പെടുത്തിയാണ് സംഘർഷത്തിന് വിരാമം കുറിച്ചതെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ശത്രുത അവസാനിപ്പിക്കാൻ ഇരുവിഭാഗങ്ങളെയും പ്രേരിപ്പിച്ചത് താനാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചയിൽ മൂന്നാം കക്ഷിയില്ല എന്ന് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനങ്ങളെ പരാമർശിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ ട്രംപിന്റെ അവകാശവാദം തള്ളിയിരുന്നു. പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഉഭയകക്ഷിപരമായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പറഞ്ഞിരുന്നു. നാട്ടിലെ വിശേഷങ്ങൾ. കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുമായി ലയിപ്പിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ സമ്മതം നൽകി. 2 വ്യവസ്ഥകളാണ് സംസ്ഥാനം ഇതിനായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഓഹരി വീതമായ 396.54 കോടി രൂപ തിരികെ നൽകുക, ലയനത്തിന് ശേഷവും കൊങ്കൺ റെയിൽവേ എന്ന പേര് നിലനിർത്തുക. ഈ ആവശ്യങ്ങൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ധരിപ്പിച്ചെന്നും പേര് മാറ്റില്ലെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുമായി വിലയിപ്പിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി വരുന്നുണ്ട്. കൊങ്കൺ മേഖലയിലും കർണാടക പ്രദേശം താമസിക്കവരുന്നതിന് ഏറെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. പാതയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തതും കൂടുതൽ തീവണ്ടികൾ ഓടിക്കാൻ പറ്റുന്നതുമാണ് യാത്രക്കാരെ ചൊടിപ്പിച്ചത്. സാമ്പത്തികമായി ഏറെ പ്രശ്നങ്ങൾ നേരിടുന്ന കൊങ്കൺ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. റെയിൽവേ ഏറ്റെടുക്കുന്നതോടെ ഇതിനെല്ലാം വേഗം കൈവരുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ റെയിൽവേയുടെ 51% ഓഹരിയോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളുടെ ഓഹരി പങ്കാളിത്തോടെയാണ് 1990-ൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ രൂപീകരിച്ചത്. കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ ലയിപ്പിക്കാനുള്ള സമ്മതപത്രം കർണാടക, ഗോവ, കേരളം എന്നീ സംസ്ഥാനങ്ങൾ നേരത്തെ നൽകിയിരുന്നു. മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോഴാണ് സമ്മതപത്രം നൽകുന്നത്. ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. ഇഡി എല്ലാ പരിധികളും ഫെഡറൽ തത്വങ്ങളും ലംഘിക്കുന്നുവെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. തമിഴ്നാട്ടിലെ ടാസ്മാക് മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണവും റെയ്ഡുകളും സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ടാസ്മാക് മദ്യ അഴിമതി സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഇഡിക്ക് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. അഴിമതിയുമായി ബന്ധപ്പെട്ട തമിഴ്നാട് പോലീസ് 41 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തമിഴ്നാട് സർക്കാരിന് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. ജീവനക്കാരുടെ ഫോണുകളിലെ വിശദാംശങ്ങൾ ക്ലോൺ ചെയ്ത് ഇഡി ഉദ്യോഗസ്ഥർ കൊണ്ടുപോയതായും ഇത് സ്വകാര്യതയുടെ ലംഘനമാണ് എന്നും റോത്തഗി വാദിച്ചു. തുടർന്നാണ് ഇഡിക്കെതിരെ ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് രൂക്ഷമായ വിമർശനം നടത്തിയത്. തമിഴ്നാട് സർക്കാർ ഫയൽ ചെയ്ത ഹർജിയിൽ സുപ്രീംകോടതി ഇഡിക്ക് നോട്ടീസ് അയച്ചു. മറുപടി നൽകുന്നതിന് 2 ആഴ്ചത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീനഗറിൽ ഇൻഡിഗോ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ അപകടം ഒഴിവാക്കാൻ പൈലറ്റ് പാകിസ്ഥാനെ ബന്ധപ്പെട്ടുവെന്ന റിപ്പോർട്ട്. പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കാൻ പൈലറ്റ് അനുമതി നേടി. എന്നാൽ അഭ്യർത്ഥന ലാഹോർ എയർ ട്രാഫിക് കൺട്രോൾ നിരസിക്കുകയായിരുന്നു. ഇതോടെയാണ് അപകടകരമായ ലാൻഡിംഗിന് പൈലറ്റ് തയ്യാറായത്. ആകാശച്ചുഴിയിൽപ്പെട്ട വിമാനത്തിന് കേടുപാടുകളുണ്ടായിരുന്നു. ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ വിമാനം അമൃത്സറിലെത്തിയപ്പോഴാണ് ആകാശച്ചുഴിയിൽ അകപ്പെട്ടത്. ഇതോടെ പൈലറ്റ് വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ലാഹോർ ATCയുമായി ബന്ധപ്പെടുകയായിരുന്നു. പാകിസ്ഥാൻ അനുമതി നിഷേധിച്ചതോടെ പൈലറ്റ് ലാൻഡിംഗിന് ശ്രമിക്കുകയായിരുന്നു. വിമാനം സുരക്ഷിതമായി ശ്രീനഗർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. യാത്രക്കാരും ക്രൂവും സുരക്ഷിതരാണെന്ന് ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്.
ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണത്തിനിടെ മലപ്പുറം കൂരിയാട് പാത ഇടിഞ്ഞ സംഭവത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം. നിർമ്മാതാക്കളുടെ അശ്രദ്ധ മൂലമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായതെന്ന് വ്യക്തമാക്കിയ മന്ത്രാലയം ഇതിന്റെ പരിഹാര പ്രവൃത്തികൾ നിർമ്മാതാക്കളായ KNR കൺസ്ട്രക്ഷൻസിന്റെ ചെലവിൽ തന്നെ നടത്തുമെന്നും അറിയിച്ചു. നിർമ്മാതാക്കൾക്കെതിരെ ദേശീയപാത അതോറിറ്റി കർശന നടപടി സ്വീകരിച്ചതായും നിലവിലെയും ഭാവിയിലെയും ലേലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നതിന് KNR കൺസ്ട്രക്ഷൻസിന് ലിമിറ്റഡിന് വിലക്കേർപ്പെടുത്തിയതായും മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. പണികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഭൂസ്ഥിതി പരിശോധിക്കുന്നതിൽ ഉറപ്പിക്കുന്നതിലും ഭൂപ്രദേശത്തിന്റെ വാഹകശേഷി മെച്ചപ്പെടുത്തുന്നതിലും നിർമ്മാതാക്കൾ കാണിച്ച അശ്രദ്ധ മൂലമാണ് രാമനാട്ടുകര വളഞ്ചേരി പാതയിലുണ്ടായ സംഭവമെന്ന് പ്രാഥമികമായി വിലയിരുത്തുന്നു. നിർമ്മാണ കമ്പനിയുടെ പ്രൊജക്ട് മാനേജരെയും കൺസൾട്ടന്റ് കമ്പനിയുടെ ടീം മേധാവിയെയും ചുമതലകളിൽ നിന്ന് ടീം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും ഗതാഗത മന്ത്രാലയം അറിയിക്കുന്നു. കായിക വിശേഷങ്ങൾ. യൂറോപ്പ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ടോട്ടൻഹാം ചാമ്പ്യന്മാർ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എതിരില്ലാത്ത ഒരു ഗോളിന് വീഴ്ത്തിയാണ് ടോട്ടൻഹാമിന്റെ കിരീട വിജയം. 17 വർഷത്തിന് ശേഷമാണ് ടോട്ടൻഹാം സംഘം ഒരു ഫുട്ബോൾ ലീഗ് കിരീടം സ്വന്തമാക്കുന്നത്. 2008 ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് കിരീടമാണ് ടോട്ടൻഹാം ഒടുവിൽ നേടിയ ചാമ്പ്യൻഷിപ്പ്. 41 വർഷത്തിന് ശേഷമാണ് ടോട്ടൻഹാം ഒരു യൂറോപ്യൻ ഫുട്ബോൾ കിരീടം സ്വന്തമാക്കുന്നത്. ഒടുവിൽ 1984 UEFA കപ്പിലാണ് ടോട്ടൻഹാം കിരീടം നേടിയത്. മത്സരത്തിലുടനീളം പന്തടക്കത്തിലും ഷോട്ടുകളുടെ എണ്ണത്തിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു മുന്നിലെങ്കിലും കിട്ടിയ അവസരം മുതലാക്കി ടോട്ടൻഹാം ഗോളടിച്ച് വിജയം നേടുകയായിരുന്നു. ഇംഗ്ലീഷ് FA കപ്പ് ഫുട്ബോളിൽ ക്രിസ്റ്റൽ പാലസിന് കിരീടം. ഫൈനലിൽ മാൻ സിറ്റിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ക്രിസ്റ്റൽ പാലസ് ഇംഗ്ലീഷ് FA കപ്പിൽ ചാമ്പ്യന്മാരായത്. ക്രിസ്റ്റൽ പാലസ് ഫുട്ബോൾ ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീട വിജയമാണിത്. മത്സരത്തിലുടനീളം മാൻ സിറ്റിയുടെ താരങ്ങളാണ് പന്ത് നിയന്ത്രിച്ചിരുന്നത്. പലതവണ ഗോൾ മുഖത്തേക്ക് എത്തിയ സിറ്റിക്ക് തടസ്സമായത് ക്രിസ്റ്റൽ പാലസ് ഗോൾ കീപ്പർ ഡീൻ ഹെൻഡേഴ്സന്റെ തകർപ്പൻ പ്രകടനമാണ്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.